ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിക്കി മൗസ് തീം കേക്കുമായിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് കപ്പ് കേക്ക്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് മിക്കി മൗസിൻ്റെ ഫേസ് ആണ്. അപ്പോൾ മിക്കി മൗസിൻ്റെ ഫേസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കുന്ന കടയിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിൻ്റ് എടുത്ത് തരും. ഏത് സൈസിൽ വേണമെന്ന് പറഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവർ പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്താലും മതിയാകും. ഞാനിപ്പോൾ കളർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു സൈസിനുള്ള പ്രിൻ്റ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 സൈസിലുള്ള പ്രിൻ്റ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ കേക്കിന് യോജിക്കുന്ന ഏതാണോ ആ ഒരു സൈസിലുള്ള പ്രിൻ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റ് കോൺഫ്ലോറൊക്കെ ഇട്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുത്ത് നല്ലതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പ്രിൻ്റ് വെച്ച് കൊടുത്തിട്ട് ഔട്ട്ലൈൻ കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മുടെ ഫോണ്ടൻറ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് തിക്നെസ് കൂടി പോകാനും പാടില്ല, ഒരുപാട് തിന്നായി പോകാനും പാടില്ല. മീഡിയം തിക്നെസ്സിൽ തന്നെ അതൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം ഞാനിത് മിക്കി മൗസിൻ്റെ ഫേസ് ഇതേ കട്ട് ചെയ്തെടുത്തു. ഇനി എക്സസ് ആയിട്ട് വരുന്ന ഈ ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പോർഷനിലുള്ള എഡ്ജസ് എല്ലാം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിതുപോലുള്ളൊരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നത് എഡ്ജസ് എല്ലാം. ടൂൾസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ കൈവിരൽ വെച്ചിട്ട് ഇതുപോലെ എഡ്ജസ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് നമുക്ക് ആ ഒരു മിക്കി മൗസിൻ്റെ ആ ഒരു ഫേസിന് കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്, കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു പ്രിൻറ്റിലെ ആ ഒരു ബ്ലാക്ക് കളർ പോർഷൻസ് അത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാലൻസ് ഈ ഒരു പീസാണ് വരുന്നത്. ഇത് നമുക്കൊരു വൈറ്റ് കളർ ഫോണ്ടൻറ്റിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് അതും ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു പോർഷനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം എന്തേ കണ്ടോ, ഇത് നമുക്ക് ഇതുപോലെ തന്നെ എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത്, കറക്റ്റായിട്ട് ചെയ്യണം. ഈ സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്ന സ്റ്റെപ്പ് കണ്ടോ, ഇതുപോലെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുത്ത് ഇവിടെ എക്സസ് ആയിട്ട് കുറച്ച് പുറത്തേക്ക് നിൽപ്പുണ്ട്, അതും ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എഡ്ജസൊക്കെ ഇത് ക്ലിയർ ആക്കി സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ബ്ലാക്ക് കളർ പോർഷനിലേക്ക് ഇതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പോർഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആ ഒരു സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പ്രിൻറ്റിലെ ഈ ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. കണ്ണും ആ ഒരു പോർഷനാണ്. അതിനുശേഷം ഇതുപോലെ ഈ ഒരു പോർഷൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പ്രിൻറ്റിലുള്ള കണ്ണ് രണ്ടും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ആ ഒരു പോർഷനിൽ ആ വൈറ്റ് പോർഷൻ്റെ മേളിലേക്ക് വെച്ചിട്ട് അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കണ്ണ് വയ്ക്കുമ്പം കറക്റ്റ് പോർഷനിൽ തന്നെ വെച്ച് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മിക്കിയുടെ ഫേസിൻ്റെ ആ ഒരു ഭംഗി മാറിപ്പോവും. അപ്പോൾ അത് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഒന്നും കൂടി ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ ഒരു കണ്ണ് നമുക്ക് വൈറ്റ് കളർ ഫോണ്ടൻറ്റിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ആ ഒരു കണ്ണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ഒരു കണ്ണ് കട്ട് ചെയ്തെടുത്തു. അതിനെ ഒന്ന് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കണ്ണും കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 കണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കണ്ണിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്ലാക്ക് കളർ പോർഷൻ ചെയ്യണം. അതിനായിട്ട് കുറച്ച് ഫോണ്ടൻ്റ് എടുത്ത് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ടൂൾ വെച്ചിട്ട് ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ണിലും ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതേ സൈഡൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂക്കിൻ്റെ പോർഷനാണ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രിൻറ്റിലൊന്ന് ആ ഒരു മൂക്കിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതും ഇതുപോലെ ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റിൽ വെച്ചിട്ട് ഫോണ്ടൻറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുക. കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തതിന് ശേഷം മിക്കിയുടെ ആ ഒരു ഫേസിലേക്ക് നമുക്ക് ഇതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു പോർഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഈ എഡ്ജസൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മൗത്തിൻ്റെ പോർഷൻ വരുന്ന ആ ഒരു മാർക്കിങ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ചാൽ മതിയാകും. കണ്ടോ, ഈ ഒരു മാർക്കിങ്സ് വരുന്നതിലൂടെയാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ആ ഒരു വൈറ്റ് കളർ പോർഷനിലേക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അത് നമുക്കൊന്ന് മനസ്സിലാകാനായിട്ടാണ് അതങ്ങനെ വരച്ചു കൊടുത്തത്. ഒന്നും കൂടി അത് ക്ലിയർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ മൗത്തിൻ്റെ പോർഷൻ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് ബ്ലാക്ക് കളർ ഫോണ്ടിൽ നിന്ന് ആ ഒരു പീസ് വെച്ചിട്ട് ആ ഒരു പീസിൻ്റെ സൈസിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിങ്ങനെ എടുത്തെടുത്ത് ഓരോ സ്റ്റെപ്പും പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഓരോ സ്റ്റെപ്പും പറയുന്നത്. അപ്പോൾ ആ ഒരു പോർഷന് ഇനി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ആ മൗത്തിൻ്റെ ഉള്ളിലുള്ള ഒരു റെഡ് പോർഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ റെഡ് പോർഷൻ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ഒരു റെഡ് കളർ ഫോണ്ടൻറ്റിൻ്റെ മേളിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതും ഒന്ന് നമുക്ക് ഈ മിക്കിയുടെ ഫേസിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ക്ഷമയോട് കൂടി തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മാർക്കിങ്സ് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബ്ലാക്ക് ജെൽ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബ്രഷിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മാർക്കിങ്ങിലാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാനായിട്ട് നിങ്ങൾ 0 സൈസിലുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് കുറച്ച് നന്നായിട്ടുള്ളത്. പിന്നെ ലിക്വിഡ് കളേഴ്സ് അവോയ്ഡ് ചെയ്യുക, ജെൽ കളർ തന്നെ യൂസ് ചെയ്യുക. ഫോണ്ടൻറ്റിൻ്റെ മുകളിലേക്ക് എഴുതാനായാലും ഇതുപോലെ വരയ്ക്കാനായാലും ജെൽ കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആ കണ്ണിൻ്റെ ആ ഒരു പോർഷനിലും വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിക്കിയുടെ ഫേസ് ഇതേ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടുന്നുള്ള വേറെ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാനുണ്ട്. അതിനായിട്ട് വൈറ്റ് കളർ ഫോണ്ടൻറ്റ് പരത്തി എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഇതുപോലെ സ്റ്റാർ കട്ടർ യൂസ് ചെയ്തിട്ട് ഒരു 4 സ്റ്റാർസ് കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് ഒരു പീസിലേക്ക് കുറച്ച് എഡിബിൾ ഗ്ലൂ തേച്ചതിന് ശേഷം ഒരു വുഡൻ സ്ക്യൂവർ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് വേറൊരു പീസ് സ്റ്റാർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു എഡ്ജസൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സ്റ്റിക്കാകാനായിട്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിൻ്റെ എഡ്ജ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ അത് സ്റ്റിക്കായിട്ട് ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സ്റ്റാർസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ചധികം സ്റ്റാർസ് ചെയ്തിട്ടുണ്ട്. 2 യെല്ലോ കളറ്, 2 റെഡ്, 2 ബ്ലാക്ക്, അതുപോലെ തന്നെ 2 വൈറ്റ്. ഇത്രയും സ്റ്റാർസാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ യെല്ലോ കളർ ഫോണ്ടൻറ്റ് പരത്തിയിട്ട് കുറച്ച് റൗണ്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നോസിലിൻ്റെ ബാക്ക് സൈഡാണ്. അങ്ങനെ 3 കളേഴ്സിലെ കുറച്ച് ഡോട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള റൗണ്ട് കട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ച് റെഡ് കളറിൽ റൗണ്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കപ്പ് കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയൊരു ടൂത്ത് പിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേളിലേക്ക് വേറൊരു പീസ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഡെക്കറേഷൻസൊക്കെ തലേ ദിവസം ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. കേക്കിൽ വെക്കാനും ഈസി ആയിരിക്കും.
അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു ടൈപ്പ് ലെറ്റർ കട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ലെറ്റേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഈ ഒരു റൗണ്ടിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോ ലെറ്റേഴ്സായിട്ട് ഇതേ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് ഡെക്കറേഷനുള്ള ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്കിയുടെ 2 കൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ വൈറ്റ് കളർ ഫോണ്ടൻ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു പീസ് മതിയാകും. എന്നിട്ട് ഇതുപോലെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇതുപോലെ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഒക്കെ ഉള്ളപ്പോഴത്തേനും നമുക്ക് നേരത്തെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള എങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ കേക്ക് ഇത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 6 എഗ്ഗ് വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ 7 ഇഞ്ച് ടിന്നിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ള 2 ടിന്നിലായിട്ട്. അതുപോലെ 7 കപ്പ് കേക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് കളർ ക്രീമിലേക്ക് മാജിക് കളേഴ്സിൻ്റെ ലെമൺ എല്ലാം ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് നമ്പറൊന്നും ഇതിലില്ല. ഇതുപോലുള്ളൊരു സ്റ്റാർ നോസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ എൻഡിലൂടെ വരച്ച് ഉള്ളിലേക്ക് വരച്ചു കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിക്കാണ് ഈ ഒരു കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ എഡ്ജിലൂടെ വരച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ബർത്ത്ഡേ ബോയുടെ നെയിമാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓരോരോ ലെറ്റേഴ്സായിട്ട് വെച്ച് ഇത് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനെയാണ് കപ്പ് കേക്ക് റെഡി ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൻ്റെ പണി ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ലെയർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്, ക്രം കോട്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കേക്ക് ഇതുപോലെ റെഡ് കളർ ഡ്രോപ്പ് 2 ഡ്രോപ്പ് റെഡ് കളർ ചേർത്തിട്ടാണ് ആ ഒരു ക്രീം മിക്സ് ചെയ്ത് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ മേളിലേക്ക് ഞാൻ എയർ ബ്രഷാണ് ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് കളേഴ്സൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും എയർ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിലേക്ക് കയ്പ്പ് രസം വരും, ഒരുപാട് കളേഴ്സ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ എയർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. 2 കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു കോട്ടിങ് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂർ വരെ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടാണ് സെക്കൻഡ് കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എയർ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എയർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇത് ജസ്റ്റ് യെല്ലോ കളർ ഫോണ്ടൻ്റ് ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അതിങ്ങനെ ബോർഡറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മിക്കിയുടെ ആ ഒരു ഫേസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, ക്രീം ഇളകി പോരും. കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ആ മിക്കിയുടെ കൈ ഇതുപോലെ ഈ ഒരു പോർഷനിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാർസൊക്കെ നമുക്ക് ഇതിലേക്ക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡോട്ട്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏതൊക്കെ കളേഴ്സ് എവിടെ വരണമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സൈഡിലും പിന്നെ മേളിലും ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്ന രീതി ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഓർഡേഴ്സ് കിട്ടിയാൽ നിങ്ങളാരും മടിക്കാതെ തന്നെ ഓർഡേഴ്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനസ് കിച്ചൻ.